സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി മത്സരാർത്ഥികൾ വേദികൾ കീഴടക്കുകയാണ്. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് കോഴിക്കോടും കണ്ണൂരും തൃശൂരും. വേനൽ ചൂട് ഉച്ചസ്ഥായിയിൽ തുടരുമ്പോഴും ഒഴിവു ദിനമായതിനാൽ വേദികളിൽ കാണികൾ നിറയുമെന്നാണ് പ്രതീക്ഷ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ആവേശകരമായ രണ്ടാം ദിവസത്തിലൂടെ തുടരുകയാണ്. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് കോഴിക്കോടും കണ്ണൂരും തൃശൂരും. സമയക്രമം പാലിക്കാനാകാത്തത് ഇക്കുറിയും പ്രതിസന്ധിയായി. ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദികളിൽ എത്തുകയാണ്. ഒഴിവുദിനമായതിനാൽ വേദികളിൽ കാണികൾ നിറയുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അവധി ദിനത്തിലും വേദികളിൽ പലതിലും ആസ്വാദകരുടെ എണ്ണം കുറഞ്ഞു. 57 മത്സരങ്ങൾ പൂർത്തിയായപ്പോഴാണ് കോഴിക്കോടും കണ്ണൂരും തൃശൂരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. ഉദ്ഘാടന ദിവസം സമയക്രമം പാലിക്കാതെയാണ് പല മത്സരങ്ങളും അവസാനിച്ചത്. വേദി 1-ലെ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തം, വേദി 5-ലെ പൂരക്കളി, വേദി 7-ലെ ഹൈസ്കൂൾ വിഭാഗം നങ്ങ്യാർകൂത്ത് എന്നിവയാണ് വൈകി അവസാനിച്ച മത്സരങ്ങൾ. വേദി 3-ആയ ടാഗോർ തിയേറ്ററിൽ രാവിലെ ആരംഭിച്ച ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരമാണ് ഇന്നത്തെ മുഖ്യ ആകർഷണം. വേദി 2-ൽ ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ നാടോടി നൃത്ത മത്സരം നടക്കും. ഒപ്പനയും മോഹിനിയാട്ടവും തിരുവാതിരയും നാടകവും ഒക്കെയായി ഗ്ലാമറസ് പോരാട്ടമായി രണ്ടാം ദിനം മാറുകയാണ്. പക്ഷേ അനന്തപുരിയിൽ നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ മേളയിൽ രണ്ടാം ദിനം ആളുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ട്. വരും മണിക്കൂറിലെങ്കിലും ആവേശത്തോടെ അനന്തപുരി വീണ്ടും വേദികളിൽ നിറയുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ അനു ചാനാവുന്നൊപ്പം എസ് ശാലിനി ജനം, തിരുവനന്തപുരം.